ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊരു 5th പ്രയോറിറ്റി ഒക്കെ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കീം എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ തന്നെ വർക്ക് എനർജി പവർ ഒക്കെ ചെയ്തല്ലോ, അതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് വരിക. അപ്പോൾ ഗ്രാവിറ്റേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. കാരണം നിങ്ങളിപ്പം ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആയാലും അതുപോലെ തന്നെ വർക്ക് എനർജി പവർ ഒക്കെ ആയാലും കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആലോചിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. പക്ഷെ ഗ്രാവിറ്റേഷനിൽ പൊതുവെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസിന്റെ യൂസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നും പറയുന്ന പോലെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സസിന്റെ നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിലെ കീം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി വി ഫോർ എ പ്ലാനറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. ഒരു പ്ലാനറ്റിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മാസ് ഓഫ് ദ ബോഡി ത്രോൺ ഫ്രം ദ പ്ലാനറ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഏത് ഒബ്ജക്റ്റ് ആണ് നമ്മൾ ത്രോ ചെയ്യുന്നതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കേ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കല്ല് ഞാൻ എന്ത് ചെയ്യുന്നു, എസ്കേപ്പ് വെലോസിറ്റിയിൽ ഞാൻ ഇവിടെ നിന്ന് വലിച്ചെറിയുന്നു. അതേപോലെ തന്നെ ഒരു ഹൈ മാസ് ഉള്ള ഒരു സാറ്റലൈറ്റ് എസ്കേപ്പ് വെലോസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. ഇതിന്റെ രണ്ടിന്റെ എസ്കേപ്പ് വെലോസിറ്റി സെയിം ആയിരിക്കുമോ? എർത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, രണ്ടിനെയും സെയിം ആയിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓരോ പ്ലാനറ്റിനും എസ്കേപ്പ് വെലോസിറ്റി സെയിം ആയിരിക്കും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്ത് ഒബ്ജക്റ്റിൻ്റെ ആണോ നമ്മൾ വലിച്ചെറിയുന്നത്, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ ത്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റ് ആണോ ഈ ഒരു നമ്മുടെ എർത്തിന്റെ സർഫേസിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത്, അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് നമുക്കറിയാലോ, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഈക്വൽ ടു 2gm ഡിവൈഡഡ് ബൈ r ആണ്. ഓക്കെ, ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ വരുന്ന ടേംസ്? 2 നമ്മുടെ ജി എന്ന് പറയുന്നത് നമുക്കറിയാലോ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. നമ്മൾ എന്ത് ഒബ്ജക്റ്റ് ആണോ ത്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റ് ആണോ പുറത്ത് കിടക്കുന്നത്, അതിന്റെ മാസ് അല്ല, മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എന്തായിരിക്കും? ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് പ്ലാനറ്റ് ആണ്, പ്ലാനറ്റിന്റെ റേഡിയസ് ആണ്. അപ്പൊ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയടാ. മാസ് ഓഫ് ഇതാണോ? ഇതല്ല. ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദ ബോഡി ആണോ? ഇതിൽ ഡയറക്ഷൻ എന്തെങ്കിലും ടേം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുമല്ല. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണോ? ഇതുമല്ല. ഓൺലി ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണോ? മാസ് ഓഫ് ദ പ്ലാനറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അപ്പൊ ഇതുമല്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ്? ഈ തേർഡ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ്സ് മാസ്, ഡെൻസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്. എന്തുകൊണ്ടാണ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്? ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയാനുള്ള കാരണം ഭയങ്കര സിമ്പിൾ ആണ്. ദാറ്റ് ഇസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഈ ഒരു ഫാക്ടർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അത് എന്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഡെൻസിറ്റിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതാണ്? ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ റോ ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ദെൻ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു വി ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു നമ്മളൊരു പ്ലാനറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4/3 πr³ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. ദാറ്റ് ഈസ് 2gm ഡിവൈഡഡ് ബൈ r ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2g എമ്മിൻ്റെ പകരം നമുക്ക് എന്ത് എഴുതാം? റോ ഇൻറ്റു 4/3 πr³ ഡിവൈഡഡ് ബൈ r എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്.
2g into rho 4/3 അല്ലെങ്കിൽ 4 pi r square divided by 3 എന്നായിരിക്കും വാല്യൂ വരിക. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ആലോചിച്ചിരുന്നാൽ മതിയാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലാനറ്റ് ഹാസ് ആൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് 10 km/s. The radius of the planet is 10,000 km. The acceleration due to gravity of the planet and at its surface is. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, റേഡിയസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടത് ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് അധികം വരുന്നത്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 km/s ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കിലോമീറ്റേഴ്സിലല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ലൈക്ക് നമ്മുടെ മീറ്റേഴ്സിലായതുകൊണ്ട് തന്നെ നമുക്കതിനെ 10 m/s എന്തെന്ന് എഴുതാം? 10 × 10³ m/s എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് 10⁴ m/s എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ദെൻ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് 10,000 km ആണ്. 10,000 km എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് 10,000 ഞാൻ 10⁴ എന്ന് എഴുതി, 10³ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁷ മീറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പ്ലാനറ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതേപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഒരു എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു. അതെന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ? എന്താണ്? 2gm ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഇതല്ലാതെ എസ്കേപ്പ് വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? 2gr √2gr എന്നും കൂടെ എഴുതാം കേട്ടോ. അതെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. ദാറ്റ് ഇസ് നമ്മൾ g എന്ന് പറയുന്നത് gm/r² ആണ്. ഇതിലെ ഈക്വേഷനിൽ അപ്പോൾ നമുക്ക് gmനെ നമുക്ക് എങ്ങനെ എഴുതാം? gr² എന്ന് എഴുതാം. ജസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിലെ gmനെ gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ r² ഒരു r കട്ടായി പോയിട്ട് 2gr എന്നാകുന്നു. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. ജസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ രണ്ട് ഇക്വേഷൻസ് ആണ് എന്തൊക്കെയെന്ന് പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് VE = √2gm ഡിവൈഡഡ് ബൈ r, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? √2gr എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇനി ജി എല്ലാവർക്കും കണ്ടുകൂടെ? ഇവിടെ ബാക്കി എല്ലാ ടേംസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് VE എന്ന് പറയുന്നത് എന്താണ്? √2gr ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VE. നമുക്കിതിനെ സ്ക്വയർ ചെയ്യാം, നമുക്ക് കാണാനുള്ളത് g ആയതുകൊണ്ട്. അപ്പോൾ g = എന്തായിരിക്കും? VE² ഡിവൈഡഡ് ബൈ 2r ആയിരിക്കും. V² വാല്യൂ നമുക്ക് തന്നല്ലോ. എന്താ പറഞ്ഞത് നമ്മൾ? 10⁴² ഡിവൈഡഡ് ബൈ 2 × r വാല്യൂ എന്താടാ വന്നേ? 10⁷ ആ വന്നേ. അതിനെ 10⁷ എന്ന് എഴുതി. ഓക്കെ, ഇനി 10⁴² എന്താണ്? ദാറ്റ് ഈസ് 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁷. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 10 എന്ന് വരും അല്ലേ? അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10/2. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 5 m/s². ജിന്റെ വാല്യൂ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. 5 ഇതിലുണ്ടോ? ഉണ്ട്. എന്ന് പറയുന്നത് 5 m/s² ആണ്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇതിലെല്ലാം സിമ്പിൾ ആണ്, എല്ലാം ഒന്നും ടഫ് ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് two planets A and B revolve around a sun in the galaxy. The semi-major axes of A and B are 1 and 5 astronomical units respectively. If the period of revolution of A is 1 year, the period of revolution of B is എന്നിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞേ? 2 പ്ലാനറ്റ്സ് ഉണ്ട്. ആദ്യത്തെ പ്ലാനറ്റ് എ എന്ന് പറയുന്നു, രണ്ടാമത്തെ പ്ലാനറ്റ് ബി. രണ്ടും എന്ത് ചെയ്യുന്നു? സണ്ണിനെ റിവോൾവ് ചെയ്യുന്നു. രണ്ടിന്റെ ഫസ്റ്റത്തേതിന്റെ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. രണ്ടാമത്തതിൻ്റെത് 5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഫസ്റ്റത്തിന്റെ റെവല്യൂഷൻ ഓഫ് അല്ലെങ്കിൽ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ, അതായത് ഒരു
റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 ഇയർ ആണെങ്കിൽ രണ്ടാമത്തതിൻ്റെ എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്? സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, എല്ലാവരും പാലിക്കുക, ഭയങ്കര സിമ്പിളാണ്. എന്താണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? എന്തായിരിക്കും? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷനും അതുപോലെ തന്നെ സെമി മേജർ ആക്സിസും എന്താണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത്? ഏത് ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? അതെ, നമ്മൾ കെപ്ലേഴ്സ് ലോ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? കെപ്ലേഴ്സ് ലോ എന്താടാ പറയുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. കെപ്ലേഴ്സ് ലോ, കെപ്ലേഴ്സ് ലോ, കെപ്ലേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? കെപ്ലേഴ്സ് ലോയിൽ ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വേഷൻ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് കെപ്ലേഴ്സ് ലോയിലെ? ദാറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് revolution of a planet is directly proportional to cube of semi major axis traced out by the planet. ഓക്കെ, ഒരു പ്ലാനറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാനറ്റിന്റെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? ആ പ്ലാനറ്റിന്റെ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് പ്രപ്പോർഷണൽ ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ കെപ്ലേഴ്സ് ലോ. ഇതിന്റെ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ടി എന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടി എന്റെ സെമി മേജർ ആക്സിസ് എന്താണ്? ടി എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതിന്റെ സെമി മേജർ ആക്സിസിന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് ആർ എ ഈക്വൽ ടു 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ടി എ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ്? ആർ എന്റെ ക്യൂബിന് പ്രപ്പോർഷണൽ ആണ്. ടി എ സ്ക്വയർ എന്ന് പറയുന്നത് ആർ എ ക്യൂബിന് പ്രപ്പോർഷണൽ ആണ്. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തതിന്റെ ടി ബി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആർ ബി തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും? ടി ബി സ്ക്വയർ എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ആർ ബി ക്യൂബിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ടി എ ഡിവൈഡഡ് ബൈ ടി ബി ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിച്ച് എഴുതാലോ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി ഹോൾ ക്യൂബ് എന്നായിരിക്കും അല്ലേ വരിക? ഓക്കെ, അപ്പൊ ടി എയുടെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് 1 ആണ്. ടി ബിയുടെ വാല്യൂ നമുക്കറിയത്തില്ല, അതിന് ഞാൻ ടി ബി എന്നിട്ട് എടുത്തു. ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ എയുടെ വാല്യൂ അറിയാലോ, ദാറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ 5 ഹോൾ ക്യൂബ് ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് എന്താണ്? ടി ബി ആണ്. അപ്പൊ ടി ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ടി ബി സ്ക്വയർ എന്ന് പറയുന്നത് 5 ക്യൂബ് എന്ന് വരും അല്ലേ? അപ്പൊ ടി ബി എന്തായിരിക്കും? ടി ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 5 എന്തെന്ന് വരും? 5 റേസ് ടു 3/2 എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് 5 ക്യൂബിന്റെ വാല്യൂ എഴുതിയിട്ടും ചെയ്യാം. 5 ക്യൂബ് എന്താണ്? 125 ആണ് അല്ലേ വരിക? അപ്പൊ ടി ബി എന്തായിരിക്കും? ടി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 125. റൂട്ട് ഓഫ് 125 എത്രയായിരിക്കും വരിക? ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ലൈക്ക് ഓപ്ഷൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 125 റൂട്ട് ഓഫ് 125 ആണ്. എന്തായാലും ഇതല്ല, പിന്നെ 1 ഇയർ അല്ല, 5 ഇയറും അല്ല. കാരണം റൂട്ട് ഓഫ് 25 ആണെങ്കിൽ ഓക്കെ 5 കറക്റ്റ് ആണ്. റൂട്ട് ഓഫ് 125 ആണ് വരുന്നത്. അപ്പൊ ഏകദേശം എത്രയായിരിക്കും വരുന്നത്? 81 ആണോ, 11 ആണോ, 26 ആണോ ഏകദേശം വരുന്നത്? കാരണം നമുക്കറിയാലോ റൂട്ട് ഓഫ് 121 എത്രയാണ്? 11 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 125 ആയിരിക്കും എന്തായിരിക്കും? 11 പോയിന്റ് സംതിങ് ആയിരിക്കും, 11.08 അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇക്വേഷൻ നമ്മൾ ഓപ്ഷൻസിൽ സെയിം ആയിട്ട് വരുന്നത് ഏതാണ്? 11 ഇയേഴ്സ് ആണ്. അപ്പൊ ഇതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. കണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ അല്ലേടാ? എല്ലാ ക്വസ്റ്റ്യൻസും അത്രയും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഓർത്തിരിക്കുക. കെപ്ലേഴ്സ് ലോ എല്ലാവരും ഓർത്തിരിക്കണം. ഓക്കെ, കെപ്ലേഴ്സ് ലോ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കെപ്ലേഴ്സ് ലോ യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കെപ്ലേഴ്സ് ലോന്റെ സെയിം ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. The semi-major axis of the orbit of Saturn is approximately 9 times of that of Earth. The time period of revolution of Saturn is approximately equal to. അതായത്
സാറ്റേണിൻ്റെയും എർത്തിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ്റെ ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിളാണ്. ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എർത്തിൻ്റെ സെമി മേജർ ആക്സിസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഇനി ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സാറ്റേൺ എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? അതിൻ്റെ സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് സാറ്റേണിൻ്റെ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? 1/9 ടൈംസ് ഓഫ് അതാണ് 9 ടൈംസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കി ചെയ്യാലോ. ഇനി നോക്കിയാൽ ഡയറക്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. T/TS² വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. TS/T² വിൽ ബി ഈക്വൽ ടു RS/RE³ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു RSന് നമുക്ക് 9RE/RE³ എന്ന് എഴുതാം. ഓക്കെ, RE കട്ടായി പോകും. ദെൻ എന്താണ് TS² എന്തായിരിക്കും? TS² വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 9³ TE² എന്ന് വരും. ടിയുടെ വാല്യൂ എന്താണ്? 1 ഇയർ അല്ലേ. നമ്മളെ എന്താണ് എർത്തിന്റെ റൊട്ടേഷൻ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്താണ്? 1 ഇയർ ആണ്, നമുക്ക് അറിയുന്നതാണ്. സോ TS എന്തായിരിക്കും? TS വിൽ ബി ഈക്വൽ ടു 9³ എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പൊ TSന്റെ വാല്യൂ എന്താ വരിക? 9³ റൂട്ട് എന്താണ്? 9³ സോറി റൂട്ട് ഓഫ് 9³ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? റൂട്ട് ഓഫ് 9³ 9⁻³ നമുക്ക് എന്ത് എഴുതാം? സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതെല്ലാവർക്കും സിമ്പിളായിട്ട് എഴുതാൻ 9നെ നമുക്ക് 3² എന്ന് എഴുതാം. അതിൻ്റെ ഹോൾ ക്യൂബാണ് കാണേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2 ഇവിടെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 കട്ടായി പോകില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3³ അല്ലേ. 3³ എന്താണ്? 27 ആണ്. അപ്പൊ 27 ഇയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 27 ഇയർ. ഇതൊന്നും കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 81 ആണോ? ക്യൂബ് റൂട്ട് ഓഫ് 81 ആണോ വരിക? അല്ല, അത് 9 ആയിരിക്കും അതിന് ആൻസർ വരുന്നത്. അല്ല സോറി, ഇതിന്റെ ആൻസർ ആയിരിക്കില്ല, ഇത് 3 ആയിരിക്കും വരുന്നത്. ഇതിന്റെ ആൻസർ 3. ഇങ്ങനെ നമ്മൾ ഇത് കൺഫ്യൂഷൻ ആയി പോകരുത്. എന്താന്ന് വെച്ചിട്ട് 27 ആണ് വരുന്നത് കേട്ടോ. 81 അല്ല, 7 ഒന്നും അല്ല വരുന്നത്. കറക്റ്റ് 27 ആണ്. ഓക്കെ, അപ്പോൾ 27 ഇയേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇനി നമ്മൾ ചെയ്തത് രണ്ടും എസ്കേപ്പ് വെലോസിറ്റിന്റെ രണ്ടും സെമി മേജർ ആക്സിസിന്റെ അതായത് Kepler's ലോന്റെ കണക്ട് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ഒരുപോലെയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ടൈപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഹാങ്ങിങ് ഫ്രം എ മാസ്ലെസ് സ്പ്രിംഗ് സ്ട്രെച്ചസ് ഇറ്റ് ബൈ 3 cm ഓൺ എർത്ത് സർഫേസ് at a place 800 km above the earth's surface. The same body will stretch the spring by radius of earth equal to 6,400 kilometers. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഒരു ബോഡി ഉണ്ട്. ആ ബോഡി എന്ത് ചെയ്യുന്നു? നമ്മൾ എർത്തിന്റെ സർഫേസിൽ വെക്കുമ്പോൾ 3 cm സ്ട്രെച്ച് ചെയ്യുന്നു. ഇതേ ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്തിന്റെ സർഫേസിൽ നിന്ന് 800 km എബോവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്ട്രെച്ചിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയാണ്, അല്ലെങ്കിൽ എത്ര ആയിരിക്കും അത് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മളിവിടെ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? നമ്മളെ ഗ്രാവിറ്റേഷനും അതുപോലെ തന്നെ നമ്മളെ വർക്ക് എനർജി പവറിൽ അല്ലെങ്കിൽ ആ ഒരു സ്പ്രിങ്ങിൽ ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ച സ്പ്രിങ്ങിനെ കുറിച്ച് പഠിച്ചതും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഒരു സ്പ്രിങ്ങിൽ അറ്റൈൻ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? -kx അല്ലേ. നമ്മൾ എടുക്കുന്നത് മാസ്ലെസ് ആയ ഒരു സ്പ്രിങ് ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ വരുന്ന സമയത്ത് അവിടെ mg, അതായത് അതിന് താഴെയുള്ള അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കേസ് നമുക്ക് മനസ്സിലാവും. എക്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണ്? ജിക്ക് പ്രൊപ്പോർഷനാണ്. ഇത് നമ്മൾ ഇൻ കേസ് നമ്മൾ എന്തിലാണ്? എർത്തിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, എർത്ത് സർഫേസിലാണെങ്കിൽ ഇത് എക്സ് എന്ന് പറയുന്നത് ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനിലാണ്? ഈ പറഞ്ഞിട്ടുള്ള ജിക്ക് പ്രൊപ്പോർഷനിലാണ്. ഇനി എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? ജി ഡാഷിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അത് ഫ്രം 800 km എബോവ് ഫ്രം സർഫേസ്. എർത്ത് സർഫേസിന് 800 km എബോവിൽ നമുക്ക് ജി ഡാഷിന് വിളിക്കാം. ഓക്കെ, ദെൻ വി ക്യാൻ റൈറ്റ്
എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എക്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി എന്ന് വിളിക്കുക അല്ലേ. അതിനെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ദെൻ എക്സ് ഡാഷ് എന്തായിരിക്കും, ജി ഡാഷ് ഇൻറ്റു അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ പ്രകാരം ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കിട്ടിയ ഒരു ഇക്വേഷനില്ലേ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ലൈക്ക് കുറച്ച് ഒരു എബോ ഒരു ഇത്ര പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ആ ഒരു സർഫേസിൽ ഉണ്ടാകുന്ന സ്ട്രെച്ചിങ് ഇൻറ്റു ആ ഒരു പോർഷനിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ സർഫേസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടത്, ജി ഡാഷും ജിയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ് ഡാഷ് കാണാം. എങ്ങനെയാണ് ജി ഡാഷും ജിയും കാണാൻ പറ്റുക, എങ്ങനെയായിരിക്കും ആലോചിച്ചേ, ജി എങ്ങനെ കാണാം, ജിയുടെ ഇക്വേഷൻ എന്താണ്, ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലേ, ജിന്റെ ഇക്വേഷൻ ഇതല്ലേ, ഇതെല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ പഠിച്ചു വെക്കട്ടോ. ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇൻ കേസ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു 800 എബോ ഹൈറ്റിലാണെങ്കിൽ അവിടെ ജിക്ക് എന്ത് മാറ്റം വരും, ജി ഡാഷ് വിൽ ബി ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതായിരിക്കും മാറ്റം വരിക. അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി എന്തായിരിക്കും വരിക, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ ഇതൊക്കെ കട്ടായി പോകത്തില്ലേ, ബാക്കി ഫൈനൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ നമുക്ക് നോക്കിയേ ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജീനെ നമുക്ക് എങ്ങനെ എഴുതാം, ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താണ്, നമ്മുടെ ആർ എന്ന് പറയുന്നത് എന്താണ്, എർത്തിന്റെ റേഡിയസ് ആണ്. എർത്തിന്റെ റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 6400 കിലോമീറ്റേഴ്സ്. കിലോമീറ്റേഴ്സിനെ മീറ്റേഴ്സിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ, ഈ ഒരു കേസിലെ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് നോക്കിയേ, കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാരണം പറയുന്നത് രണ്ടും പറയുന്നത് നമ്മളിപ്പോൾ റേഷ്യോ ആണ് കാണുന്നത്. ഇൻ കേസ് നമ്മൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയാലും ആ 10 ക്യൂബ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്, അത് കട്ടായി പോകും. ഇപ്പൊ റേഷ്യോന്റെ കേസിൽ നമ്മൾ ആ ഒരു കൺവേർഷന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി കൺവേർട്ട് ചെയ്താൽ തന്നെ ടൈം കൺസ്യൂമിങ് ആണേ ഉള്ളൂ, ഫൈനൽ നമ്മൾ എത്തുന്ന ആൻസർ ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ റേഷ്യോ ആണ് എടുക്കുന്നത്, അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കൺവേർഷൻ നടത്തുന്നില്ല. ഓക്കെ, ദെൻ ജിയുടെ വാല്യൂ എന്താണ്, ഓക്കെ, ആർ സ്ക്വയറിന്റെ വാല്യൂ എന്താണ് 6300 കിലോമീറ്റർ. ഇനി അടുത്തത് എച്ചിന്റെ വാല്യൂ എന്താ വരുന്നത്, 800 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും, ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി. ഇത് മതിയോ, അതിന്റെ സ്ക്വയർ ഇല്ലേ, ഓക്കെ, അതിന് ഹോൾ സ്ക്വയർ ഉണ്ട്, രണ്ടിന്റെ സ്ക്വയർ ആയതുകൊണ്ട്. അപ്പൊ ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി വിൽ ബി ഈക്വൽ ടു 6400 ഡിവൈഡഡ് ബൈ 7200 ഹോൾ സ്ക്വയർ എന്ന് വരും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടും കട്ടാവുമല്ലോ, ഇവിടെ സീറോസ് ഒക്കെ കട്ടായി പോയാൽ 64ഉം 72 എന്ത് വെച്ച് കട്ട് ചെയ്യാം, 8 വെച്ച് കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ 8 9 എന്ന് വരും. ഓക്കെ, അപ്പൊ ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി എന്തായിരിക്കും, ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി വിൽ ബി ഈക്വൽ ടു 8/9 ഹോൾ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 64/81 എന്ന് വരും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്തായിരുന്നു, എക്സ് ഡാഷ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എക്സ് ഡാഷ് ആയിരുന്നു നമുക്ക് വേണ്ടത്. എക്സ് ഡാഷിന്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തായിരുന്നു, എർത്ത് സർഫേസിൽ അതിന്റെ സ്ട്രെച്ചിങ് ഇൻറ്റു ജി ഡാഷ് ബൈ ജി. എർത്ത് സർഫേസിൽ അതിന്റെ സ്ട്രെച്ചിങ് എത്രയാണ്, 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 3 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് നമുക്ക് സിമ്പിൾ ആയിട്ട് 3 സെന്റിമീറ്റർ എന്ന് തന്നെ എഴുതാം. നമുക്ക് ആൻസർ നമ്മളുടെ ഓപ്ഷൻസിലെ ആൻസർ ഒക്കെ 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ 3 ഇൻറ്റു ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി എന്താ വന്നത്, 64/81 ആണ് വന്നത് അല്ലേ. ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു 64/81. then it will be എന്താ നമ്മൾ പറഞ്ഞത്, ഓക്കെ 64/81. 81ഉം 64ഉം നമുക്ക് അല്ല സോറി 81ഉം 3ഉം നമുക്ക് കട്ട് ചെയ്യാലോ, സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാം അല്ലേ. എന്തായിരിക്കും 81 ഡിവൈഡഡ് ബൈ 3 വരിക, വിച്ച് വിൽ ബി 27. അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വരും, 64 ഡിവൈഡഡ് ബൈ 27 സെന്റിമീറ്റേഴ്സ് എന്ന് വരും. നമ്മൾ സെന്റിമീറ്ററിലേക്ക് നമ്മൾ കൺവേർഷൻ ഒന്നും നടത്തിയില്ല കേട്ടോ. ഇനി കൺവേർഷൻ നടത്തിയാൽ തന്നെ ജസ്റ്റ് ഇവിടെ ഒരു 10 എക്സ്ട്രാ ഒരു 10 - 3 വരും അല്ലേ. അയ്യോ, ഓക്കെ
ഓക്കെ, ഇൻറ്റു 10⁻³ വരും ഇൻ കേസ് നമ്മൾ കൺവേർഷൻ നടത്തിയിരുന്നെങ്കിൽ തന്നെ. അത് ഇപ്പുറത്തും വരും. അതിന് നമ്മൾ എന്തായാലും നമ്മൾ ആൻസർ ഒക്കെ ഉള്ളത് 10 സെൻറ്റിമീറ്ററിലായതുകൊണ്ട് നമ്മൾ തിരിച്ച് സെൻറ്റിമീറ്ററിലേക്ക് തന്നെ മാറ്റണം. ഓക്കെ, അപ്പം നമ്മളത് ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആൻസർ കാണാമല്ലോ. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? 64/27 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ആൻ എർത്ത് സാറ്റലൈറ്റ് ഓഫ് മാസ് m orbiting at a distance 2r from the center of earth has to be transferred into the orbit of radius 3r, the amount of energy required is. ഓക്കെ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ആദ്യം ഇപ്പോൾ ഇത് എർത്ത് ആണെന്ന് വിചാരിച്ചാൽ എർത്തിൻ്റെ 2r ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമുക്കതിനെ 3r ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, ആദ്യം 2r ആണ്, പിന്നെ അവിടെ നിന്ന് നമ്മളതിനെ 3rലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത് സാറ്റലൈറ്റിൻ്റെ കേസാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരു സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കണം? സാറ്റലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് സാറ്റലൈറ്റ് എങ്ങനെയായിരിക്കണം? ഈ ഒരു എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ എസ്കേപ്പ് ചെയ്താൽ പോകാൻ പാടുണ്ടോ ഒരു സാറ്റലൈറ്റ്? ഇല്ല. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഞ്ചിൽ എപ്പോഴും എന്തായിരിക്കണം? ഈ സാറ്റലൈറ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഫോഴ്സിന് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റണം അല്ലേ? അപ്പോൾ മാത്രമാണ് ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന് കറക്റ്റ് ആ ഒരു ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിപ്പോൾ നമ്മൾ ഈ ഒരു കേസ് എന്നല്ല, നമ്മൾ ഏതൊരു കേസ് എടുത്താലും ഏതൊരു സർക്കുലർ മോഷൻ എടുത്താലും ഒരു സർക്കുലർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ കറക്റ്റായിട്ട് പോകണമെങ്കിൽ അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സും അതിൽ ആക്ട് ചെയ്യുന്ന സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ മാത്രമാകുമ്പോഴാണ് ഈ ഒരു കേസ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ സാറ്റലൈറ്റിന്റെ കേസ് എടുത്താൽ സാറ്റലൈറ്റിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് അതായത് mv² അവിടെ ഉണ്ടാകുന്ന റേഡിയസ് ആറും എന്തിന് ഈക്വൽ ആയിരിക്കണം? അതിനെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഇസ് 2gmm/r² ആയിരിക്കണം. നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കട്ടായി പോവും, 1r കട്ടായി പോവും. ദെൻ v² വാല്യൂ എന്തെന്ന് കിട്ടും? v² = gm/r എന്ന് കിട്ടും. ഓക്കെ, ഇത് എന്തിൻ്റെ കേസിലാണ്? ഒരു സാറ്റലൈറ്റിൻ്റെ കേസിലാണ്. ഫോർ എ സാറ്റലൈറ്റ്. ഓക്കെ, ഒരു സാറ്റലൈറ്റിൻ്റെ കേസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സാറ്റലൈറ്റിൻ്റെ കേസിൽ ഞാൻ എന്താ പറഞ്ഞത്? അതിൻ്റെ വെലോസിറ്റീൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് gm/r ആണ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ഫോർ എ സാറ്റലൈറ്റ് for a satellite total energy എന്ന് പറയുന്നത് എന്തായിരിക്കും? Total energy will be equal to kinetic energy plus gravitational potential energy കൂടെ ഉണ്ടായിരിക്കും അല്ലേ? ഗ്രാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാലോ എന്താണ്? കൈനറ്റിക് എനർജി എന്താണ്? ഒബ്വിയസ്ലി ½ ആണ്. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ദാറ്റ് ഈസ് gmm/r ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? -gmm/r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എനർജി എന്തായിട്ട് വരും? ദാറ്റ് ഈസ് mv² വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. mv² വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു. ദാറ്റ് ഈസ് gm/r ആണ്, -gmm/r എന്ന് വന്നു. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ gmm/r ഇത് നമുക്ക് ചെയ്യാലോ. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. 1 - 1/2 വാല്യൂ എന്താണ്? -1/2 അല്ലേ? ഓക്കെ, അതന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. അതായത് gm/r നമ്മൾ രണ്ടിലും കോമൺ ആയതുകൊണ്ട് അതിന് കോമൺ ആയിട്ട് gmm/r കോമൺ ആയിട്ട് എടുത്താൽ നമ്മൾ പിന്നെ എന്താ ചെയ്യാണ്ടാവുക? 1/2 - 1 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് സാറ്റലൈറ്റ് എന്താന്ന് കിട്ടും? ദാറ്റ് ഈസ് -gmm/r എന്ന് കിട്ടും, 2r എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ എനർജി ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി ഓഫ് സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർത്തിരിക്കണേ. ടോട്ടൽ എനർജി ഓഫ് സാറ്റലൈറ്റ് എന്താണ്? ടോട്ടൽ എനർജി ഓഫ് സാറ്റലൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു -gmm/2r ആണ്. ഓക്കെ,
ഇനി ഇതിലെ എല്ലാ മാസും നിങ്ങൾക്ക് അറിയാലോ. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് എർത്ത്. സ്മോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് സാറ്റലൈറ്റ്. ആർ എന്ന് പറയുന്നത് ഈ പറയുന്ന അത് ഓർബിറ്റ് ചെയ്യുന്ന റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ എന്ന് പറയുന്നത് ഇനീഷ്യലി അത് ഏതിലാണ്? ഇനീഷ്യലി അത് എന്ത് കേസിലായിരുന്നു? ഇനീഷ്യലി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -GMM ഡിവൈഡഡ് ബൈ 2R പോർഷനിൽ എന്താ വന്നത്? 2R ആണ് വന്നത്. ഓക്കെ, ഫൈനലി അത് എന്തായിട്ട് മാറി? ഫൈനലി അതിന്റെ വാല്യൂ എന്താണ്? U2 is equal to -GMM ഡിവൈഡഡ് ബൈ എന്താണ്? 2 ഇൻറ്റു അതിനെവിടേക്കാണ് മാറ്റേണ്ടത്? 3R മാറ്റേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന് ചെയ്യാനുള്ള വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സോറി, എമൗണ്ട് ഓഫ് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ യു എന്ന് പറയുന്നത് U2 - U1 ആണല്ലോ. U2 - U1 എന്ന് പറഞ്ഞാൽ -GMM ഡിവൈഡഡ് ബൈ 2R എല്ലാത്തിലും കോൺസ്റ്റന്റ് അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെടുക്കുന്നു. ദെൻ 1/3 - 1/2 അല്ലേ? ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇൻ കേസ് ടു ആ ഒരു ഈ പുറത്തുള്ള GMനെ ഞാനൊന്ന് എന്താ പറയുക, നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1/2 - 1/3 എന്ന് എഴുതുന്നു. എന്തായിരിക്കും വരിക? GMM ഡിവൈഡഡ് ബൈ 2R ഇൻറ്റു 1/2 - 1/3 എന്താണ്? 3 - 2/3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? GMM ഡിവൈഡഡ് ബൈ 2R ഇൻറ്റു എന്താണ്? 1/3 അല്ലേ? അതെ, സോറി, 1/6. 3 എന്നാണോ എഴുതിപ്പോയേ? ഓക്കെ, 6 കേട്ടോ. 2R ഇൻറ്റു 1/6 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ യു, അതായത് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ ഓർബിറ്റ് ഈക്വൽ ടു GMM ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 12R എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിൻ്റെ ടേംസിലാണ്? GMന്റെ ടേംസിലല്ല തന്നിട്ടുള്ളത്, MGന്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ MGയിലേക്ക് മാറ്റിക്കൂടെ? സിമ്പിളായിട്ട് മാറ്റാം. എങ്ങനെയായിരിക്കും മാറ്റണ്ടേ? നമുക്കറിയാവുന്ന സംഭവമാണ്. എന്താണ്? ജിയുടെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് GM/R². അങ്ങനെയാണെങ്കിൽ GMനെ എങ്ങനെ എഴുതാം? GR² എന്ന് എഴുതാം. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഡെൽറ്റ യു എന്തായിട്ട് മാറും? GR² ഡിവൈഡഡ് ബൈ 12R എന്നായിട്ട് മാറും അല്ലേ? ഇതൊരു ക്യാൻസലായി പോയാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു MG R ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് അതിലുണ്ടോ നോക്കിയാലോ? ഓപ്ഷൻസിൽ ഉണ്ടല്ലോ, അതെ കിടക്കുന്നു. ഓപ്ഷൻ നമ്പർ ഡി, GMG R ഡിവൈഡഡ് ബൈ 12. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായില്ല എല്ലാവർക്കും? ഭയങ്കര സിമ്പിളാണ് ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റ് സാറ്റലൈറ്റ് എന്ന് ആലോചിക്കുക. സാറ്റലൈറ്റ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഇതാണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -GMM/R ആണ്, ബൈ 2R ആണ്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് 2R ഡിസ്റ്റൻസിലാണെങ്കിൽ അവർ എന്ത് വരും? 3R 2Rൻ്റെ ആറിൻ്റെ പകരം 2R വരും. 3R ഡിസ്റ്റൻസിലായിരിക്കുന്ന സമയത്ത് 3R വരും. അത്ര കേസേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ എർത്ത് ഈസ് 1/4 ഓഫ് ഇറ്റ്സ് പ്രസന്റ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത്, the duration of the year will be changed to. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മൾ ഇപ്പോൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്ന ഒരു ലെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയസ് ഉണ്ട് അല്ലേ? ആ റേഡിയസ് എന്ത് ചെയ്യുന്നു? 1/4 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള റെവല്യൂഷൻ്റെ എത്രയായിട്ട് മാറും? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? നേരത്തെ 2 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ച മക്കൾക്ക് ഇത് സിമ്പിളായിട്ട് പറയാൻ പറ്റും. എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടതെടാ? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വലാണ്? ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസിന് ഈക്വൽ ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ, അതായത് ഫസ്റ്റ് കേസിൽ എർത്തിൻ്റെ റേഡിയസിന് പ്രപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ കേസിലോ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു R2 ക്യൂബ് ആയിരിക്കും. ഇനി R2 എന്ന് പറയുന്നത് എന്താണ്? R1ൻ്റെ 1/4 ടൈംസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് കാണാമല്ലോ. ഇത് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് ഈസ് T2 അല്ലെങ്കിൽ ഓക്കെ, ദാറ്റ്സ് T2 divided by T1 whole square will be equal to എന്ത് വരും? R2 by R1 whole cube എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ്
നമ്മൾ ചെയ്യുന്ന സമയത്ത് T2 by T1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു R2 നമ്മൾ എന്താ എടുത്തേ R1 by 4 okay, R1 divided by 4 divided by R1 whole cube എന്ന് എടുക്കാം. It will be എന്തെന്ന് വരും R1 കട്ടായി പോവും. ബാക്കി T2 square will be equal to എന്തെന്ന് വരും T1 square into 1 by 4 whole cube എന്ന് വരും അല്ലേ. ഓക്കെ, ദാറ്റ് ഇസ് T2 is equal to T1 into 1 by 4ൻ്റെ എന്തെന്ന് വരും ക്യൂബ് റൂട്ട് എന്ന് സ്ക്വയർ റൂട്ട് എന്ന് വരും 4 by 3. ഇനി ഇതെന്താന്ന് പറഞ്ഞേ 4 raised to 3 by 2 എന്താ ദാറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ അതിന് നമുക്ക് 2 സ്ക്വയർ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയുന്നത് തന്നെയാണ്. 4ൻ്റെ എന്താണ് 4ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 raised to 3 by 2 എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ കട്ടായി പോയി കഴിഞ്ഞാൽ 2 ക്യൂബ് എന്ന് വരും. ഇറ്റ് വിൽ ബി 8 ആയിരിക്കും. ദാറ്റ് ഇസ് T1 divided by 8 എന്ന് വരും. അതായത് 1 by 8 of T1 ഫസ്റ്റ് പ്രസന്റിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ 1 by 8 ആണ് എന്ത് വരിക ഫൈനൽ വരിക. ഓക്കെ, ദാറ്റ് ഇസ് ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് 1 by 8 of പ്രസന്റ് ഇയർ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ടു അനദർ പ്ലാനറ്റ് ഈസ് 2 by 3. ഓക്കെ, ടു റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ടു അനദർ പ്ലാനറ്റ് ഈസ് 2 by 3. രണ്ട് പ്ലാനറ്റ്സ് കൺസിഡർ ചെയ്യുന്നു, എർത്തും വേറൊരു പ്ലാനറ്റും. അതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 by 3 ആണ്. ദ റേഷ്യോ ഓഫ് ദെയർ ഡെൻസിറ്റീസ് ഈസ് 4 by 5. രണ്ടിൻ്റെയും ഡെൻസിറ്റീൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4 by 5 ആണ്. ഇഫ് ആൻ ആസ്ട്രോണറ്റ്സ് ക്യാൻ jump to a maximum height of 1.5 to 5 meter on earth. അതായത് ഒരു ആസ്ട്രോണറ്റിന് 1.5 മീറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു മാക്സിമം ഹൈറ്റിൽ എത്താൻ പറ്റുന്നുണ്ട് ഒരു എർത്തിലായിരിക്കുന്ന സമയത്ത്. വിത്ത് ദ സെയിം എഫേർട്ട് ദ മാക്സിമം ഹൈറ്റ് ഹി ക്യാൻ ജംപ് ഓൺ ദ പ്ലാനറ്റ് ഈസ്. അതായത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മളെ എർത്തിന്റെ സർഫേസിൽ ഒരു ആസ്ട്രോണറ്റ് എന്ത് ചെയ്യുന്നു ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ജമ്പിൽ ആസ്ട്രോണറ്റിന് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ഈ സെയിം എഫേർട്ടിൽ അതായത് സെയിം വർക്ക് ചെയ്തിട്ട് വേറൊരു പ്ലാനറ്റിലെ ആസ്ട്രോണറ്റിന് എത്താൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ആ രണ്ട് പ്ലാനറ്റ്സിൻ്റെയും റേഷ്യോ അതായത് എർത്തിൻ്റെയും ആ ഒരു അനദർ പ്ലാനറ്റിൻ്റെയും റേഡിയസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെൻസിറ്റീസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു ആസ്ട്രോണറ്റ് എർത്തിൽ ജമ്പ് ചെയ്യാണ്. എർത്തിൽ ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജമ്പിന് വേണ്ടി എടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഹൈറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു എർത്തിൻ്റെ സർഫേസിൽ നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1.5 മീറ്റർ ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 1.5 മീറ്റർ ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്യാനെടുത്ത വർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. ആ ഒരു ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. സോ നമ്മൾ എർത്തിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും എഫേർട്ട് എന്ന് പറയുന്നത്? എന്തായിരിക്കും? എം ഇൻറ്റു എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു എർത്തിൽ എടുക്കാൻ പറ്റിയ ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളൊരു കോൺസ്റ്റന്റ് കെ ആണെന്ന് എടുക്കാം. ഓക്കെ, കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ആ പ്ലാനറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാനറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ പ്ലാനറ്റിൻ്റെ ആ ഒരു ആസ്ട്രോണറ്റിൻ്റെ മാസം എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. രണ്ട് കേസിലാണെങ്കിൽ ആസ്ട്രോണറ്റിന് സെയിം മാസം അല്ല, എം രണ്ടിലും സെയിം ആയിരിക്കും. അവിടുത്തെ എന്ത് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും, അവിടുത്തെ ഹൈറ്റും മാറും. പക്ഷേ എഫേർട്ട് രണ്ടിലും സെയിം അല്ലേ? രണ്ടിലും കൊടുക്കുന്ന എഫേർട്ട് സെയിം ആണ്. ദാറ്റ് ഈസ് രണ്ടിലും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവാനുള്ള കാരണം എന്താണ്? സെയിം എഫേർട്ടാണ് ആസ്ട്രോണറ്റ് രണ്ട് കേസിൽ ഇടുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എം ജി ഇ ഇൻറ്റു എച്ച് ഇ ഇസ് ഈക്വൽ ടു എം ജി പി ഇൻറ്റു എച്ച് പി ആണ് അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ ജി ഇ ബൈ ജി പി എന്താ വരിക? ജി ഇ ബൈ ബി ജി വി വിൽ ബി ഈക്വൽ ടു എച്ച് പി ഇൻറ്റു എച്ച് ഇ എന്ന് വരും. നമുക്ക് കാണാനുള്ളത് ആ ഒരു ആസ്ട്രോണറ്റ്
ആ ഒരു പ്ലാനറ്റിൽ എത്തുന്ന മാക്സിമം ഹൈറ്റ് ആണ്. അത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, HE/GE/GP കണ്ടാൽ മതി. ഓക്കെ, ഇനി ഈ ഒരു ഫാക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HE നമ്മളെ കയ്യിലുണ്ട് 1.5 മീറ്റർ ആണ്, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ GE/GP നമ്മളെ കയ്യിലില്ല. അപ്പം അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. എങ്ങനെ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് എന്താ എർത്തിൻ്റെയും അതുപോലെ തന്നെ ആ പ്ലാനറ്റിൻ്റെയും റേഡിയസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 2/3 ആണ് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡെൻസിറ്റീസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എർത്തിൻ്റെ ഡെൻസിറ്റിയുടെ റേഷ്യോയും ആ പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ആണെന്നും തന്നിട്ടുണ്ട്. 4/5 അല്ലേ? യെസ്, 4/5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ GE/GPയിലേക്ക് എത്താൻ പറ്റും? GE/GPയിലേക്ക് എങ്ങനെ എത്താം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എർത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടും? ആർക്കെങ്കിലും ഓടുന്നുണ്ടോ? ഓക്കെ, സിമ്പിളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ തന്നെയാണ്. G എന്ന് പറയുന്നത് GM/R² ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് GM-നെ എന്തെന്ന് എഴുതാം? GR² എന്ന് എഴുതാം അല്ലേ. ഇനി വേറൊരു ആലോചിക്കേ, M എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ. അപ്പം മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാലോ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താണ്? വിച്ച് വിൽ ബി ഈക്വൽ ടു 4/3πr³ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതാലോ. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഗ്രാവിറ്റേഷണൽ എന്താ പറഞ്ഞ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു എർത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് G/M ആയിരിക്കും അല്ലേ. ഓക്കെ, അതെന്ന് വെച്ചാൽ എന്താ? നമുക്ക് എമ്മിന് പകരം എന്താ എഴുതാം? ഓക്കെ, എർത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, GE/RE² വിൽ ബി ഈക്വൽ ടു G/ME ആയിരിക്കും. അപ്പോൾ ആ ME-യുടെ പകരം നമുക്ക് എന്തെന്ന് എഴുതാം? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ G/ρ/4/3πRE³ എന്ന് എഴുതാം അല്ലേ. ഇത് രണ്ടും കട്ടായി പോവല്ലോ. ബാക്കി നമുക്ക് എന്ത് കിട്ടും? GE വിൽ ബി ഈക്വൽ ടു G/ρE/4/3πRE എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ എർത്തിൻ്റെ കേസ്. ഓക്കെ, എർത്ത് സെയിം കാര്യം നമുക്ക് അടുത്ത പ്ലാനറ്റിലും ചെയ്യാലോ. ആ പ്ലാനറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനറ്റിലെ ഇക്വേഷൻ എങ്ങനെ വരും? GP വിൽ ബി ഈക്വൽ ടു G/ρp/4/3πRP എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മളെ പ്ലാനറ്റിൻ്റെ കേസ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GE/GPയിൽ എത്താലോ. സോ വി ക്യാൻ ഗെറ്റ് GE/GP വിൽ ബി ഈക്വൽ ടു എന്തെന്നാക്കും? G/ρe/4/3πRE ഡിവൈഡഡ് ബൈ G/ρp/4/3πRP. ഓക്കെ, ഇതിൽ എന്തൊക്കെ കട്ടായി പോകും? ഈ സാധനങ്ങളെല്ലാം കട്ടായി പോകത്തില്ലേ? ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? GE/GP will be equal to ρE/ρp into RE/RP എന്ന് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കേസും നമുക്കറിയാം. ρE/ρp നമ്മൾ ഓൾറെഡി കണ്ടു 4/5, RE/RP 2/3. ഇതൊക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കേസല്ലേ അല്ലേ? കറക്റ്റ് അല്ലേ? 2/3ഉം 4/5ഉം യെസ് കറക്റ്റ് ആണ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8/15 എന്ന് കിട്ടും. നമുക്ക് കാണാനുള്ളത് GE/GP ആണോ? അല്ല, നമുക്ക് കാണാനുള്ളത് ഇവിടെ നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് X' ആണ്. X' എന്ന് പറഞ്ഞാൽ X/GE/GP ആണ്. Xന്റെ വാല്യൂ എന്താണ്? 1.5 മീറ്റേഴ്സ് ആണ്. അപ്പോൾ G/GP എന്തെന്ന് കിട്ടി? നമുക്ക് കാണാനുള്ളത് X' ആണ്. ദാറ്റ് ഇസ് X/GE/GP. ഇനി X എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഹൈറ്റ് ഇൻ എന്താണ്? എർത്ത്. ഹൈറ്റ് ഇൻ എർത്ത്. എർത്തിൽ ഒരു ആ എഫേർട്ടിൽ ചാടാൻ എന്താണ് ജമ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1.5 ആയിരുന്നു. അന്ന് ഞാൻ ജസ്റ്റ്
ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് 3/2 എന്ന് എഴുതുന്നു. 3/2 ഇൻറ്റു G/GPയുടെ വാല്യൂ കിട്ടിയത് 8/15 ആണ്. ദെൻ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8/15 5 എന്ന് എഴുതാം, ഇത് 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ആണ്. 4/5ന്റെ ആൻസർ എന്താടാ? 0.8 മീറ്റേഴ്സ്. നമുക്ക് എന്ത് കിട്ടി? അപ്പൊ മാക്സിമം ആ ഒരു അസ്ട്രോണറ്റിന് അടുത്തൊരു പ്ലാനറ്റിൽ മാക്സിമം ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് എത്രയാണ്? 0.8 മീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് കുറച്ചെങ്കിലും നമ്മളിപ്പോൾ ചെയ്തതിൽ കുറച്ച് ലെങ്തി ഉള്ള ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് m ഈസ് ടേക്കൺ ഫ്രം സർഫേസ് ഓഫ് എർത്ത് റേഡിയസ് r ടു ദ ഹൈറ്റ് 2r, then the work done is. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിന് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് u2 മൈനസ് u1 ഈക്വൽ ആണ്. ഫസ്റ്റ് u1 ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? -gmm ഡിവൈഡഡ് ബൈ r ആണ് അല്ലേ? ഇനി u2 ആയിരിക്കുന്ന സമയത്തോ രണ്ടാമത്തെ കേസിൽ അതിനെ എവിടേക്കാ കൊണ്ടുവച്ചത്? 2r ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ അവിടുത്തെ എന്താ ഹൈറ്റിൽ എന്ത് മാറ്റാ വരിക? gmm ഡിവൈഡഡ് ബൈ എന്ത് വരും? ആറും, അതായത് 2r ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തത്. ദാറ്റ് ഇസ് u2 വിൽ ബി ഈക്വൽ ടു -gmm ഡിവൈഡഡ് ബൈ 3r എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്താ വരിക? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ u2 മൈനസ് u1 ആണ്. -gmm ഡിവൈഡഡ് ബൈ 3r മൈനസ് ഓഫ് gmm ഡിവൈഡഡ് ബൈ r എന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് gmm നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് 1 മൈനസ് 1/3 എന്ന് എഴുതുന്നു. ഓക്കെ, സിമ്പിളായിട്ട് ജസ്റ്റ് എന്താ ചെയ്തേ? ജസ്റ്റ് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയ കേട്ടോ. ഇക്വേഷൻ ആ ഒരു മൈനസ് സൈന് മാറ്റാൻ വേണ്ടിയിട്ട് 1 മൈനസ് 1/3 എന്താണ്? 2/3 അല്ലേ? gmm ഡിവൈഡഡ് ബൈ 2/3 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്താ വന്നത്? 2gmm ഡിവൈഡഡ് ബൈ 3r എന്ന് വരും. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഈ ഒരു ടേംസിലാണോ വന്നത്? അല്ല, നമുക്ക് വേണ്ടത് നമ്മൾ r², നേരത്തെ പറഞ്ഞ പോലെ തന്നെ gm നമുക്ക് ഇല്ല, നമുക്ക് വേണ്ടത് mgയുടെ ടേംസിലാണ്, അതായത് സ്മോൾ ലെറ്റർ എമ്മിന്റെ ടേംസിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ജസ്റ്റ് ചെയ്യാം. എന്താണ് g എന്ന് പറയുന്നത്? gm/r² ആണ്. സോ gmനെ നമുക്ക് എങ്ങനെ എഴുതാം? gr² എന്ന് എഴുതാം. നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ കിട്ടിയത് gmm ഡിവൈഡഡ് ബൈ 3 ആയിരുന്നു അല്ലേ? അപ്പോൾ 3r ആയിരുന്നു. ഇറ്റ് വിൽ ബി 2 ഇൻറ്റു gmന് പകരം എന്ത് കൊടുക്കാം? gr²m ഡിവൈഡഡ് ബൈ 3r എന്ന് കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ ഫൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 mgr എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, എന്താണ്? 2/3 mgr. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷനിലെ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തതെല്ലാം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഗ്രാവിറ്റേഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി, കെപ്ലേഴ്സ് ലോ, അതേപോലെ തന്നെ ഈ ഒരു എനർജിയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, പൊട്ടൻഷ്യൽ എനർജി, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ്, ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ബൈ, സീ യു സൂൺ. താങ്ക് യു.